ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു റിബൺ എംബ്രോയ്ഡറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു പഴയൊരു കുർത്തിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് റൗണ്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പൈഡർ വെബാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ടും കൊടുക്കും. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു റിബൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പല കളേഴ്സ്, കുറച്ച് മാച്ചായിട്ടുള്ള കളേഴ്സ് റിബൺ എടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്താ ഇതുപോലെ സ്പൈഡർ വെബാണ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈഡർ വെബ് ഫ്ലവർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഈ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റൗണ്ടിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഒറ്റ സംഖ്യയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 3, 5, 7 അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ആ ഫ്ലവറിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്നത്. ഒരു നല്ല അത്യാവശ്യം കട്ടിയുള്ള നൂലിനെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഒരു 5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റിബൺ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു നടുക്കുന്ന ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമുക്ക് ഓരോ നൂലിൻ്റെയും ഇപ്പോൾ ഞാൻ ഈ എടുത്ത നൂലിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് അടുത്ത നൂലിൻ്റെ താഴെ കൂടെ അതേപോലെ ഇങ്ങനെ ഓരോ നൂലിൻ്റെയും താഴെ മേലെയായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. തുന്നാതെ അതിൻ്റെ ഇടയിലൂടെ കോർത്തെടുത്താൽ മതി. ഒന്നിടവിട്ട് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ റൗണ്ട് മുഴുവനും കോർത്ത് കൊടുക്കണം. ആ ഒരു ഫ്ലവർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ഇടയിൽ നമുക്കൊരു വേറൊരു ഫ്ലവർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഇതേപോലത്തെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വേറെ ഒരു കളറ് റിബൺ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ലീഫ് പോലെ നമുക്കൊന്ന് തുന്നി കൊടുക്കാം. സാധാരണ ഒരു സ്റ്റിച്ച് മാത്രം. അടുത്ത നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ള ഒരു ഹാഫ് സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ പുറമേ ആയിട്ടൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ രണ്ട് ഗ്രീൻ കളറ് റിബൺ എടുത്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് കളറും ഒന്ന് അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു കളറും. അത് നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലീഫ് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു റിബണിൻ്റെ നടുക്ക് തന്നെയാണ് കുത്തി താഴോട്ട് ഇറക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ ഒരു അറ്റം ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് പോലെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും സെയിം സ്റ്റിച്ച് തന്നെ കൊടുക്കുക.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ലീഫൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ നടുക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ടല്ലോ റിബണിൻ്റെ, അത് ഇതിൻ്റെ നടുക്ക് ജസ്റ്റ് ഓരോ സ്റ്റിച്ചുകളായിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ആ റിബണിൻ്റെ നടുക്ക് തന്നെയായിരുന്നു തുന്നി കൊടുത്തത്. അതായത് സൂചി നമ്മൾ റിബണിൽ തന്നെ വെച്ചിട്ടായിരുന്നു തുന്നിയുന്നത്. ഇപ്പോൾ നേരെ ക്ലോത്തിലേക്ക് സാധാ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ. അപ്പം നമുക്ക് ആ ഒരു ലീഫിൻ്റെ നടുക്ക് കുറച്ച് ഡാർക്ക് കളറും സൈഡിലൊക്കെ ലൈറ്റ് കളറും വരുന്നൊരു ഫീൽ കിട്ടും. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലീഫിൻ്റെ. ഇനി ബാക്കിയുള്ള ഭാഗത്തും ഇതേപോലെ റൗണ്ടിൽ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്ത കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു സാൻഡൽ കളർ അല്ലാത്ത ബാക്കി എല്ലാ കളേഴ്സ് വെച്ചിട്ടും ഞാൻ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിബൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ചുറ്റിയെടുത്താൽ മതിയാവും. അത്യാവശ്യം നല്ല സൈസിലുള്ള നോട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിച്ച് ആ ഒരു നോട്ടിൻ്റെ ഷേപ്പ് കളയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെറൈറ്റിയുള്ള സ്റ്റിച്ചുകളെന്ന് വെച്ചാൽ സ്പൈഡർ വെബ്, അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്, അത് മാത്രമാണ് ചെയ്തത്. ബാക്കിയെല്ലാം നോർമൽ സ്റ്റിച്ചുകൾ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 സ്റ്റിച്ച് വെച്ചിട്ട് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർക്കൊക്കെ കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഉഷാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.